നമസ്കാരം. അമേരിക്ക പാകിസ്ഥാന് നൽകുന്ന ധനസഹായം നിർത്തിവെക്കാനായി ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു. ഇന്ത്യക്ക് സന്തോഷം പകരുന്ന വാർത്ത. എന്താണ് പശ്ചാത്തലം? പ്രത്യേകിച്ചൊരു പശ്ചാത്തലമില്ല. മറിച്ച് അമേരിക്കയുടെ വിദേശത്തുള്ള എല്ലാ ചെലവുകളും വെട്ടിച്ചുരുക്കുന്നതിന്റെ വിശാല പദ്ധതിയുടെ ഭാഗമായി ട്രംപ് ചെയ്തത് എന്ന് പൊതുവെ തോന്നാം. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനുള്ള ധനസഹായം എല്ലാം നിർത്തിവെച്ചു. അമേരിക്കൻ സഹായത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ബംഗ്ലാദേശിലെ എല്ലാ പദ്ധതികളും നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ ഒരു അശ്വനിപാതം പോലെ പാകിസ്ഥാന് മേലും അമേരിക്കയുടെ നടപടി വന്നുപെട്ടിരിക്കുന്നു. നമുക്കറിയാം, അമേരിക്കയുടെ സഹായത്തോടു കൂടി ആണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത് തന്നെ. വലിയ തോതിലുള്ള ഇൻഫ്ലേഷൻ കാരണം, നാണ്യപ്പെരുപ്പം കാരണം നട്ടം തിരിയുന്ന പാകിസ്ഥാൻ വലിയൊരു ബെയിൽ ഔട്ട് പാക്കേജിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഡോണിംഗ് ഏജൻസീസ്, വേൾഡ് ബാങ്കിന്റെയും IMF-ന്റെയും ഒക്കെ ധനസഹായം കൊണ്ടാണ് പാകിസ്ഥാൻ വലിയ തോതിലുള്ള കഴിഞ്ഞ മുമ്പത്തെ വർഷം ഉണ്ടായ വലിയ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തു വരുന്നത്. പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല. ഷഹബാസ് ഷെറീഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് വർക്കിംഗ് വെരി ഹാർഡ് ടു ബെയിൽ പാകിസ്ഥാൻ ഔട്ട് ഓഫ് ദി ഡിഫിക്കൽട്ട് ടൈംസ്. അവിടെയാണ് ഒരു വെള്ളിടി പോലെ ട്രംപിന്റെ തീരുമാനം വന്നു പിഴയ്ക്കുന്നത്. ട്രംപിന്റെ മനസ്സിലൂടെ പോകുന്നതും ഇന്ത്യക്ക് ഗുണകരമായി വരുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ആണ് പ്രേക്ഷകരോട് കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാൻ ലഭിക്കുന്ന ധനസഹായത്തിന്റെ വലിയ പങ്കും പലപ്പോഴും ഭീകരവാദികളുടെ കയ്യിലാണ് എത്തിപ്പെടുന്നത്. ലഷ്കർ ഇ തോയ്ബ, ഹർക്കത്തുൽ മുജാഹിദീൻ, ഹിസ്ബുൾ മുജാഹിദീൻ, ഹർക്കത്തുൽ അൻസാർ എന്ന് വേണ്ട, ജയ്ഷെ മുഹമ്മദ് എന്ന് വേണ്ട കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധരായ, കാശ്മീരിന്റെ മോചനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ്ങിന് വേണ്ടിയും ഒക്കെയാണ് അതിലൊരു ഭാഗമെങ്കിലും ചെലവഴിക്കുന്നത്. ഒരുപാട് വകമാറ്റി പണം ചെലവഴിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അതൊരു കാര്യം. രണ്ട്, പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ സൈനിക ആവശ്യത്തിന്റെ സിംഹഭാഗവും, അത് F-16 വിമാനങ്ങളായിക്കൊള്ളട്ടെ, മറ്റ് ഗൺസ് ആയിക്കൊള്ളട്ടെ, എല്ലാം തന്നെ കടന്നു വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പം സായുധ കച്ചവടത്തിന്റെ ഒരു നല്ല ഇടമാണ് പാകിസ്ഥാൻ. അപ്പൊ പാകിസ്ഥാനുമായി അമേരിക്ക ചരിത്രപരമായി ഒരു ബന്ധം പുലർത്തിയിരുന്നു. ഒരുപക്ഷെ ഭാരതവുമായി ഉള്ളതിനേക്കാൾ കൂടുതൽ ബന്ധം പാകിസ്ഥാനുമായി ആദ്യകാലങ്ങളിൽ പുലർത്തിയിരുന്നു. അതുകൊണ്ടാണല്ലോ ഭാരതം സോവിയറ്റ് യൂണിയനുമായി അക്കാലങ്ങളിൽ അടുത്ത് 50-കൾ, 60-കൾ, 70-കൾ, 80-കൾ ആ കാലഘട്ടത്തിൽ ശീതയുദ്ധകാലത്തെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഭാരതത്തിന്റെ ചേരിചേരാ നയം ഉണ്ടായെങ്കിൽ പോലും സോവിയറ്റ് യൂണിയനോട് മമതയുള്ള അമേരിക്കയെ ഒരു പരിധിവരെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന രാജ്യമായിരുന്നല്ലോ ഭാരതം. അതിനുള്ള പ്രധാന കാരണം അമേരിക്ക പാകിസ്ഥാൻ നൽകുന്ന വലിയ സൈനിക സഹായമാണ്. അതിന്റെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് $2.3 ബില്യൺ വർത്ത് അസിസ്റ്റൻസ് ആണ്. ചൈന യുദ്ധം നടന്ന 1962 ചൈന ഇന്ത്യ യുദ്ധം നടന്ന വർഷമാണ് പാകിസ്ഥാൻ അമേരിക്ക നൽകിയ ഏറ്റവും വലിയ സഹായം. അതിനുശേഷം ഘട്ടം ഘട്ടമായി ഉയർന്നും താണുമൊക്കെ നിന്നു. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാകിസ്ഥാനുള്ള അമേരിക്കയുടെ സഹായം, സാമ്പത്തിക സഹായം കുറഞ്ഞു വരുന്നു. സൈനിക സഹായവും കുറഞ്ഞു വരുന്നതായി കാണാം. ഭീമമായ കുറവ് സൈനിക സഹായത്തിനില്ല എങ്കിലും സാമ്പത്തിക സഹായത്തിന് തോതിൽ കുറവ് വരുന്നു. ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ അതിനെ ഒന്ന് കാണാൻ ശ്രമിക്കാം. നോക്കൂ, ഇപ്പോൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന, ദക്ഷിണേഷ്യയിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം എന്താണ്? പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അയൽ രാജ്യങ്ങൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നീ പ്രധാന രാജ്യങ്ങളും ഒരു പരിധിവരെ മാലദ്വീപും നേപ്പാളും പോലും ഇന്ത്യ വിരുദ്ധമായ ഒരു നിലപാട് പല കാര്യങ്ങളിലും എടുക്കുന്നു. പൂർണ്ണമായി ഇന്ത്യ വിരുദ്ധമല്ല എങ്കിൽ പോലും ഇന്ത്യക്ക് വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഈ വിഷയങ്ങൾ നേരിടാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഒരു സൈനികമായ ഏറ്റുമുട്ടൽ, ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഒരു സൈനികമായ ഏറ്റുമുട്ടലിലേക്ക് എത്തിപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഒരു ഗ്ലോബൽ ചേഞ്ചസ്, പ്രത്യേകിച്ച് ആ പ്രധാന ചേഞ്ച് എന്ന് പറയുന്നത് ജനുവരി മാസം 20-ാം തീയതി 2025 ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തു. അതാണല്ലോ ഏറ്റവും വലിയ ചേഞ്ച്. ആ ചേഞ്ച് ഭാരതം ആകാംക്ഷാപൂർവ്വം പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരുന്നു. ആ ചേഞ്ച് നാടകീയമായ മാറ്റങ്ങളൊന്നും ഉടനടി കൊണ്ടുവന്നില്ല എങ്കിൽ പോലും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പല പ്രസ്താവനകളും ഒപ്പുവെച്ച പല എക്സിക്യൂട്ടീവ് ഓർഡേഴ്സും, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് പാകിസ്ഥാൻ വിഷയങ്ങളിൽ ഇന്ത്യക്ക് വലിയ ആവേശം പകരുന്നതാണ്, ആശ്വാസം പകരുന്നതാണ്, ആത്മവിശ്വാസം പകരുന്നതാണ് എന്ന് നിസ്സംശയം പറയാം. അപ്പൊ ഇന്ത്യയുടെ യുദ്ധം അമേരിക്ക ഏറ്റെടുക്കും എന്നർത്ഥമില്ല.
പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യ സൂക്ഷിക്കേണ്ട, ഇന്ത്യ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ അമേരിക്ക ശ്രദ്ധിക്കുന്നു. അതായത് ഇൻഡോ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഫൈറ്റ് അഗേൻസ്റ്റ് ഗ്ലോബൽ ടെറർ കൺവേർജ്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്ത്യ അനുഭവിക്കുന്ന ഏതാണ്ട് അതേ സുരക്ഷാ ഭീഷണിയാണ് ഒരുപക്ഷെ അമേരിക്കയും അനുഭവിക്കുന്നത്. ഏതാണ്ട് ഒരേ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ്. അത് അൽ ഖൈദ ആകട്ടെ, ISIS ആകട്ടെ, തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളാകട്ടെ, അവരൊക്കെ ഇന്ത്യ വിരുദ്ധവും ഇസ്രയേൽ വിരുദ്ധവും അമേരിക്ക വിരുദ്ധവുമായി പ്രവർത്തിക്കുമ്പോൾ ഈ ഇൻട്രസ്റ്റുകളുടെ കൺവർജൻസ് അത് ട്രംപ് വളരെ ഷാർപ്പായി ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് ഒന്നൊന്നായി പ്രതികരിക്കുകയാണ്. പലപ്പോഴും ഈ ട്രംപിന്റെ പ്രതികരണങ്ങളുടെ കുത്തൊഴുക്കിൽ നൂറുകണക്കിന് തീരുമാനങ്ങളാണ് എടുത്തുപോയത്. അപ്പൊ കഴിഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ ട്രംപ് നടത്തിയ നിർണായകമായ നീക്കങ്ങൾ, അതുകൊണ്ട് പല നീക്കങ്ങളും വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണെങ്കിൽ പോലും തമസ്കരിക്കപ്പെട്ടു പോയി. ഇത് തമസ്കരിക്കപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് പ്രേക്ഷകരുമായി ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് സൗത്ത് ഏഷ്യ ഈസ് ആക്റ്റീവ് ഇൻ അമേരിക്കൻ കൺസിഡറേഷൻസ്. അത് പ്രകടമായി ഇന്ത്യക്ക് അനുകൂലമാണ്. വ്യാപാരത്തെ വേറിട്ട് കാണേണ്ടതുണ്ട്, അവിടെ ആകാംക്ഷയുണ്ട്. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. ഇൻഡോ അമേരിക്കൻ ട്രേഡിനെ കുറിച്ച് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നില്ല.